എല്ലാവർക്കും നമസ്കാരം. പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഏന്തുന്ന കാരണജലത്തിലൊരുണ്ണിയായിപ്പോയി നീന്തിയിടുവാൻ കഴിവരാതവനന്നുപോലും നന്ദൻ്റെ കൊട്ടിൽ നടുമുറ്റമിവറ്റിലെല്ലാം നീന്തി തുടങ്ങിയ കിടാവിനു കൈതൊഴുന്നേൻ. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ ഇവർക്കൊക്കെ മോക്ഷം കൊടുത്ത കഥയാണ് അല്ലേ. അന്ന് കമഴ്ന്ന് തുടങ്ങിയ സമയമാണ് ശകടാസുരനെയും തൃണാവർത്തനെയും ഒക്കെ വധിക്കുമ്പോൾ. ഇപ്പോൾ മുട്ടുകുത്താൻ തുടങ്ങി. മുട്ടുകുത്തി എല്ലായിടത്തും ഓടി നടക്കാൻ തുടങ്ങി. അമ്പാടിയിൽ അങ്ങനെ വളർന്നു വരികയാണ്. അപ്പം നന്ദൻ്റെ കൊട്ടാരത്തിൻ്റെ 4 കെട്ടിലും നടുമുറ്റത്തും പൂമുഖത്തും എല്ലായിടത്തും ഓടിക്കളിച്ച് നീന്തി കളിച്ച് നടക്കുകയാണ് ആ ഉണ്ണി എന്നാണ് പറയുന്നത്. അത് കുതിച്ചുയരുന്ന കാരണജലം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ഉപാദാന കാരണമായ മായാപ്രഭാവം, അതാണ് കാരണജലം അല്ലെങ്കിൽ മായാവാരിധി എന്ന് പറയാം. ആ മായാവാരിധിയിലാണല്ലോ ഭഗവാൻ അനന്തശായിയായി പള്ളി കൊള്ളുന്നത്. അവിടെ പോയി നീന്തിക്കളിക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് തോന്നും എന്നാണ് പറയണത്. അങ്ങനെ നന്ദൻ്റെ സകല ദിക്കിലും നീന്തി കളിച്ച് നടക്കുന്ന ആ ഉണ്ണിയെ കൈതൊഴുന്നേൻ എന്നാണ് പൂന്താനം പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി ഒന്ന് നോക്കാം. അച്ഛൻ ചെന്നച്യുതൻ്റെ തിരുമുഖകമലം കണ്ടുകൊണ്ടാടുമപ്പോൾ അച്ഛൻ്റെ ഹസ്തപത്മത്തിലൊരതിശയ സമ്മാനമിച്ഛാനുകൂലം വച്ചേലും വാണി വിശ്വേശ്വരജനനി മുദാ കൈ പകർന്നാൾ യശോദ വിശ്വാസത്തോടു നൽകി വരമതിലുമൊരമ്മാനമമ്മയ്ക്കുമയ്യ. നന്ദഗോപര് അങ്ങനെ കണ്ണൻ്റെ മനോഹരമായ മുഖം നോക്കി ഇങ്ങനെ ആനന്ദിച്ചിരിക്കുകയാണ്. യശോദയുടെ മടിയിൽ ഇരിക്കണ കണ്ണനെ അങ്ങനെ കണ്ട് എന്തൊരു സൗന്ദര്യമാണ് കണ്ണനല്ലേ. ആ കണ്ണനെ കണ്ട് ആനന്ദത്തോടെ അങ്ങനെ മുഖം കൊണ്ടാടുക എന്നാണ് പറഞ്ഞ് പൂന്താനം. അങ്ങനെ ഇരിക്കുമ്പോൾ യശോദ മെല്ലെ ഉണ്ണിയെ നന്ദഗോപരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു, സ്വേച്ഛയാ. അപ്പോൾ നന്ദഗോപർ പറയാതെ തന്നെ യശോദയ്ക്ക് തോന്നി ഉണ്ണിയെ അങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് കൊടുക്കാം കയ്യിലേക്ക് എന്ന്. വിശ്വേശ്വര ജനനിയാണ്. വിശ്വേശ്വരനാണ് കൃഷ്ണനായിട്ട് ഇവിടെ വന്ന് അവതരിച്ചിരിക്കുന്നത്. ആ വിശ്വേശ്വരൻ്റെ അമ്മയുടെ പദവിയാണിപ്പോൾ യശോദ അലങ്കരിക്കുന്നത്. കൈ പകർന്നാൾ, നമ്മുടെ ഉണ്ണിയല്ലേ എന്ന ഒരു ഇതിൽ കണ്ണനെ ആ സന്തോഷത്തോടെ വിശ്വാസത്തോടെ കൈ പകർന്നാൾ എന്നാണ് നന്ദഗോപരുടെ കയ്യിൽ കൊടുത്തു എന്നാണ്. നന്ദഗോപരും യശോദയും മുമ്പത്തെ ജന്മത്തിൽ വസുക്കളിലെ ശ്രേഷ്ഠനായ ദ്രോണൻ്റെ പത്നിയായ ധരാദേവിയും ആയിരുന്നു എന്നാണ് ഭാഗവതം ദശമസ്കന്ധത്തിൽ പറയണത്. ഭൂമിയിൽ ഭഗവാൻ അവതരിക്കാൻ തീരുമാനിച്ചപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ ഭഗവാൻ മനുഷ്യനായി അവതരിക്കാൻ പോവുകയാണ്. അപ്പോൾ മുനിമാരോട് എല്ലാവരോടും പാലും എണ്ണയും എല്ലാം ഭഗവാന് കിട്ടാനും കൊടുക്കാനും വേണ്ടിയിട്ട് മുനിമാരോട് പശുക്കളായിട്ട് അവതരിക്കണം എന്ന് പറഞ്ഞു, പശുക്കളായിട്ട് ജനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പശുക്കളായി ജനിച്ചത് ആ മുനിമാർ പാല്, വെണ്ണ മുതലായവ ഭഗവാന് കൊടുത്ത് അവർ ആരാധിച്ചു പശുക്കളായി ജനിച്ചിട്ട്. അപ്പോൾ വസുക്കളിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ദ്രോണനോടും ധരാദേവിയോടും ബ്രഹ്മാവ് പറഞ്ഞു, ഇവരുടെ
ഈ പശുക്കളെ പാലിക്കാൻ വേണ്ടിയിട്ട് പശുപാലകനായിട്ട് അമ്പാടിയിൽ ജനിക്കണം. ധരയോടുകൂടി, സ്വഭാര്യയായ ധരയോടുകൂടി ഭൂലോകത്തിൽ അവതരിക്കണം എന്ന് ബ്രഹ്മാവിൻ്റെ കൽപ്പന ദ്രോണന് ഉണ്ടായി. അങ്ങനെയാണ് നന്ദഗോപരും യശോദയും ഇവിടെ അമ്പാടിയിൽ ജനിച്ചത്. അന്ന് നന്ദഗോപര് ബ്രഹ്മാവിനോട് ഒന്നുകൂടി പ്രാർത്ഥിച്ചു. അന്നെന്താണെന്ന് വെച്ചാൽ ഭഗവാനോട് അതിയായ ഭക്തി ഞങ്ങൾക്ക് ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങളുടെ ഭക്തി കാണുന്നവർക്കും ഭഗവാനോട് അതിയായ ഭക്തി ഉണ്ടാവണേ എന്ന്. അതെന്താ അങ്ങനെ അവരെല്ലാവരും ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും കൊണ്ട് അവരൊക്കെ സംസാരവാരിധി കടക്കാൻ ആവട്ടെ എന്നാണ് നന്ദഗോപര് പ്രാർത്ഥിച്ചത്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, എനിക്ക് മാത്രം മതി എന്നുള്ളതല്ല നന്ദഗോപര് ദ്രോണൻ അന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ഭഗവാനെ സ്നേഹിക്കാനും അങ്ങനെ അതിൽ കൂടി സംസാര വാരിധി കടക്കാനും അവർക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും ആണ് അന്ന് നന്ദഗോപര് പ്രാർത്ഥിച്ചത് ബ്രഹ്മാവിനോട്. അങ്ങനെ സ്വന്തം യശോദ പ്രസവിച്ചതല്ല, എന്നാലും യശോദയ്ക്ക് കൃഷ്ണനെ സ്വന്തം മകനെ പോലെ വളർത്താനും സ്നേഹിക്കാനും പുത്രഭാവേന സ്നേഹിക്കാൻ പറ്റിയല്ലോ യശോദയ്ക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു പരമാനന്ദം ഇവർക്ക് രണ്ടുപേർക്കും കിട്ടി എന്നാണ് ഇതിൽ പറയണത്. അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.